So hello friends, അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ എന്താണ് സർക്കുലേഷൻ്റെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ രണ്ട് പോർഷൻസ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ സർക്കുലേഷനെ കുറിച്ചിട്ട് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ സർക്കുലേഷനിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. സോ സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആ ഒരു ബ്ലഡ് ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സിൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. സോ അപ്പോൾ അതിൽ എത്ര ടൈപ്സ് ഓഫ് സർക്കുലേഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് കൊറോണറി സർക്കുലേഷൻ. കൊറോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് വിതിൻ ദ ഹാർട്ട്, അതായത് ബ്ലഡിൻ്റെ ഹാർട്ടിൻ്റെ മസിൽസ് ഉണ്ട് അല്ലേ. സോ അവർക്ക് വർക്ക് ചെയ്യണമെങ്കിലും അവർക്ക് എന്ത് വേണം, എനർജി, ന്യൂട്രിയൻസ് വേണം, ഓക്സിജൻ വേണം, ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും ന്യൂട്രിയൻസ് എക്സ്ചേഞ്ചും ഒക്കെ നടക്കണം. സോ ദേ ആർ ഓൾസോ വർക്കിംഗ്. സോ അപ്പോൾ അവരുടെ മസ്കുലേച്ചറിനും എന്ത് വേണം, ബ്ലഡ് സപ്ലൈ വേണം. സോ അപ്പോൾ അതിൽ നമുക്ക് എന്താണ് കൊറോണറി ആർട്ടറീസ് ഉണ്ട് അല്ലേ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് ഉണ്ട്. സോ അപ്പോൾ ആ ഒരു ആർട്ടറീസിന് തമ്മിൽ നടക്കുന്ന ആ ഒരു ഹാർട്ടിൻ്റെ ഇതിൽ തന്നെ നമുക്ക് സർക്കുലേഷൻ നടക്കുന്നതിനാണ് നമ്മൾ കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് വിതിൻ ദ ഹാർട്ട് ഈസ് കോൾഡ് കൊറോണറി സർക്കുലേഷൻ. ക്ലിയർ? സോ പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ലങ്സ്. അപ്പോൾ ഹാർട്ടിനും ലങ്സിനും ഇടയ്ക്കുള്ള ആ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൾമണറി സർക്കുലേഷൻ. നമുക്കറിയാം റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുന്നു, അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിലേക്ക് ത്രൂ ട്രൈകാസ്പിഡ് വാൽവ് പോകുന്നു, അവിടുന്ന് പൾമണറി ട്രങ്ക് വഴി ലങ്സിലേക്ക് പോകുന്നു, ലങ്സിൽ നിന്ന് ഓക്സിജനേഷൻ നടക്കുന്നു, അവിടുന്ന് തിരിച്ച് പൾമണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ത്രൂ മിട്രൽ വാൽവ് ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് പോകുന്നു, അവിടെ നിന്നാണ് അയോട്ട വഴി ബാക്കി ഏരിയയിലേക്ക് പോകുന്നത്. സോ അപ്പോൾ അതിൽ തന്നെ ഒരു സർക്കുലേഷൻ ഉണ്ട് അല്ലേ. സോ എന്താണ് ത്രൂ ബിറ്റ്വീൻ പൾമണറി, അതായത് ലങ്സും ഹാർട്ടും തമ്മിലുള്ള ആ ഒരു സർക്കുലേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പൾമണറി സർക്കുലേഷൻ. അപ്പോൾ കൊറോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ആ ഒരു മസ്കുലേച്ചറിൽ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നടക്കുന്ന സർക്കുലേഷൻ വിത്തിൻ ദ ഹാർട്ട് നടക്കുന്നതിനാണ് എന്ത് പറയുന്നത്, കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ്. ഓക്കെ. ദെൻ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സിസ്റ്റമിക് സർക്കുലേഷൻ, അതായത് ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ആ സർക്കുലേഷൻ നടക്കുന്നു. അതായത് ഹാർട്ടിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് അയോട്ട വഴി ഡിഫറെൻറ്റ് പാർട്സിലേക്ക് പോകുന്നു, എന്നാൽ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിയ ബ്ലഡ്സിനെ തിരിച്ച് SVC IVC വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് ആസ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ. സോ അപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ്, അതിൽ ഓരോ പാർട്ടിൽ വരുമ്പോഴത്തേക്കും അതിനെ ഓരോ പേരാണ് വിളിക്കുന്നത്, അത്രയേ ഉള്ളൂ. സോ അപ്പോൾ കൊറോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് തമ്മിലുള്ള ആ ഒരു സർക്കുലേഷനെയാണ് കൊറോണറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ ദ ഹാർട്ട് ആണ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പൾമണറി സർക്കുലേഷൻ ആണ്, ദ ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ്. അപ്പോൾ ഹാർട്ടിനും ലങ്സിനും തമ്മിലുള്ള ആ ഒരു സർക്കുലേഷൻ ആണ്. ദെൻ തേർഡ് വൺ ഈസ് സർക്കുലേഷൻ ഓഫ് സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഫ്രം ഹാർട്ട് ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് അഗെയിൻ ടു ദ ഹാർട്ട്. സോ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് the cells of the body. Okay, that is systemic circulation. Then portal circulation. Portal circulation എന്ന് പറയുമ്പോഴത്തേക്കും the flow of blood between two set of capillaries before draining in systemic vein. അപ്പോൾ നമ്മൾ അയോട്ടയിൽ കൂടെ പുറത്തേക്ക് വരുന്ന ബ്ലഡ് തിരിച്ച് സിസ്റ്റമിക് വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു എന്താണ്, ആർട്ടറി വരുന്നു, കാപ്പിലറി ആവുന്നു, വെയിൻസ് ആവുന്നു, അങ്ങനെ പോകുന്നു, അതല്ലേ, തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുന്നു. സോ ഇതാണ് അതിൻ്റെ ഒരു നോർമൽ പാറ്റേൺ എന്ന് പറയുന്നത്. സോ പക്ഷേ ഇവിടെ പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആർട്ടറീസ് വരുന്നു, ഒരു സെറ്റ് ഓഫ് കാപ്പിലറീസിൽ കൂടി കയറി വരുന്നു, ദെൻ അഗെയിൻ നെക്സ്റ്റ് സെറ്റ് ഓഫ്, അപ്പോൾ 2 സെറ്റ് ഓഫ് കാപ്പിലറീസിൽ കൂടെ ആ സർക്കുലേഷൻ കടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിസ്റ്റമിക് വെയിനിലേക്ക് ഡ്രെയിനിങ് നടക്കുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് എന്താണ് സർക്കുലേഷൻ ഇസ് കോൾഡ് ആസ് പോർട്ടൽ സർക്കുലേഷൻ. അപ്പോൾ നമ്മൾ ആർട്ടറീസിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലഡ് തിരിച്ച് സിസ്റ്റമിക് വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നതിന് മുന്നേ ദ സർക്കുലേഷൻ ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് കാപ്പിലറീസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് പോർട്ടൽ സർക്കുലേഷൻ. ആൻഡ് ഫീറ്റൽ സർക്കുലേഷൻ നമുക്കറിയാം, മദറിൻ്റെ വൂമ്പിൽ എന്തുണ്ടാവും, ഫീറ്റസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീറ്റൽ സർക്കുലേഷൻ ഫ്രം മദർ ടു എന്താണ് ത്രൂ പ്ലാസൻഡ ഫീറ്റസിലേക്ക് ബ്ലഡ് പോകുന്നു, ആ ഒരു സർക്കുലേഷനെ കുറിച്ച് നമ്മൾ പറയുന്നതിനാണ് ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാൻ വരുന്ന ക്ലാസ്സസിൽ. അതിനെക്കുറിച്ച് പറയാൻ വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസ് തന്നെ ഫീറ്റൽ സർക്കുലേഷന് വേണം. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊറോണറി സർക്കുലേഷൻ, ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് വിത്തിൻ ദ ഹാർട്ട്.
ഓക്കെ. അപ്പോൾ വിതിൻ ദ ഹാർട്ട് നമുക്ക് സർക്കുലേഷൻ നടക്കുന്നതിനെയാണ് കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണറി സർക്കുലേഷൻ, ദ ബ്ലഡ് സർക്കുലേഷൻ ടു ദ ഹാർട്ട് മസിൽസ് ഈസ് കോൾഡ് കൊറോണറി സർക്കുലേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്, ഹാർട്ടിൽ മസിൽസ് ഉണ്ട്. സോ അവർക്കും എനർജി ആവശ്യമാണ്, ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ആവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ മസ്കുലേച്ചറിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് തമ്മിൽ നടക്കുന്ന ഒരു സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ബോത്ത് ആർട്ടറീസ് അറൈസ് ഫ്രം ദ റൂട്ട് ഓഫ് ദി അസെൻഡിങ് ആയിട്ട്. അപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് അറൈസസ് ഫ്രം വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയോട്ട എന്ന് പഠിച്ചു വെക്കരുത്, ഫ്രം ദ റൂട്ട് ഓഫ് ദി അസെൻഡിങ് അയോട്ട. അപ്പോൾ നമ്മുടെ ഈ അസെൻഡിങ് അയോട്ടയുടെ അവിടുന്ന് അതിൻ്റെ റൂട്ട് എന്നാണ് ഈ ദിസ് ഇസ് ദ അസെൻഡിങ് അയോട്ട. ഓക്കെ, ദിസ് ഇസ് ആർച്ച് ഓഫ് അയോട്ട ആൻഡ് ദിസ് ഇസ് ഡിസെൻഡിങ് അയോട്ട അല്ലേ. അയോട്ടയുടെ 3 പാർട്സ് ആണ് നമുക്കുള്ളത്, അസെൻഡിങ്, ആർച്ച് ഓഫ് അയോട്ട ആൻഡ് ഡിസെൻഡിങ് അയോട്ട. സോ ദീസ് ആർ ദ 3 പാർട്സ് ഓഫ് അയോട്ട. അപ്പോൾ അതിൻ്റെ ആ ഒരു അസെൻഡിങ് അയോട്ടയുടെ റൂട്ട്, അതായത് ഹാർട്ടിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് വരുന്ന സമയത്ത് അവിടെ നിന്നാണ് റൂട്ട് ഓഫ് ദി അസെൻഡിങ് അയോട്ട, അവിടെ നിന്നാണ് ആരൊക്കെ അറൈസ് ചെയ്യുന്നത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് അറൈസ് ചെയ്യുന്നത്. സോ അത് തമ്മിലുള്ള ആ ഒരു ഹാർട്ട് മസ്കുലേഷനിൽ നടക്കുന്ന ആ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊറോണറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ്. അപ്പോൾ പൾമണറി സർക്കുലേഷൻ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇവിടെ വരുന്ന റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്ന ഇംപ്യൂർ ബ്ലഡ് അത് എവിടെ പോകുന്നു, പൾമണറി ട്രങ്ക് വഴി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്സിലേക്ക് പോകുന്നു. ലങ്സ് നിന്ന് പൾമണറി വെയിൻസ് വഴി തിരിച്ച് കറങ്ങി എവിടെ എത്തുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ദിസ് സർക്കുലേഷൻ ഫ്രം ഹാർട്ട് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ്, ഈ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ തേർഡ് വൺ എന്ന് പറയുമ്പോൾ പോർട്ടൽ സർക്കുലേഷൻ. പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ 2 സെറ്റ് ഓഫ് കാപ്പിലറീസ് ബിഫോർ ഡ്രെയിനിങ് ഇൻ സിസ്റ്റമിക് വെയിൻ. അപ്പോൾ സിസ്റ്റമിക് വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ 2 സെറ്റ്സ് ഓഫ് കാപ്പിലറീസിൽ കൂടെ ആ ബ്ലഡ് ഒരു ട്രാൻസ്പോർട്ട് നടന്നു വരുന്നതിനെയാണ്, സർക്കുലേഷൻ നടന്നു വരുന്നതിനെയാണ് നമ്മൾ പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ആർട്ടറി, ഇത് അയോട്ടയാണ്. ഫോർ എക്സാമ്പിൾ സീലിയാക് ആർട്ടറി വരുന്നുണ്ട്, സുപ്പീരിയർ മെസെൻട്രിക് അങ്ങനെ വരുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു ആർട്ടറി വന്നിട്ട് അവിടെ നോക്കിയ സ്റ്റമക്കിലും സ്പ്ലീനിലും ഒക്കെ പോയി, എന്നിട്ട് അവിടെ നിന്ന് നേരെ എവിടെ പോകുന്നു, ലിവറിലേക്ക് പോയിട്ട് ലിവറിൽ നിന്നാണ് ഹെപ്പാറ്റിക് വെയിൻസ് വഴി എവിടെ ഡ്രെയിൻ ചെയ്യുന്നത്, ഇൻഫീരിയർ വിനക്കവയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റമക്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റമക്ക് മാത്രം നമ്മൾ എടുക്കാം. ഓക്കെ, സ്റ്റമക്കിലേക്ക് പോകുന്ന സീലിയാക് ട്രങ്ക് വരുന്നു. അപ്പോൾ അവിടുന്ന് എന്താണ് വന്നിട്ട് സ്റ്റമക്കിലേക്ക് ആർട്ടറി പോകുന്നു, ഗ്യാസ്ട്രിക് ആർട്ടറി. നമുക്ക് സർക്കംഫ്ലെക്സ് ആർട്ടറീസും ഒക്കെ ഉണ്ട്. സോ അപ്പോൾ അതിൽ നമുക്ക് സ്റ്റമക്കിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ആർട്ടറി എടുക്കാം. ഓക്കെ, സർക്കംഫ്ലെക്സ് ആർട്ടറി എടുത്താലും കുഴപ്പമില്ല. സോ അപ്പോൾ അവിടെ അല്ലെങ്കിൽ സ്പ്ലിനിക് ആർട്ടറി എടുക്കാം. സീലിയാക് ആർട്ടറിയിൽ നിന്ന് നമുക്കിപ്പോൾ അയോട്ട വന്നു, അയോട്ടയുടെ അവിടെ നിന്ന് സീലിയാക് ട്രങ്ക് വന്നു, സീലിയാക് ട്രങ്കിൽ നിന്ന് സ്പ്ലിനിക് ആർട്ടറി അറൈസ് ചെയ്തു. സ്പ്ലീനിൽ പോയിട്ട് അവിടെ നിന്ന് ആ ആർട്ടറി എന്താണ് വെയിൻ എന്ത് ചെയ്യുന്നു, ലിവറിലേക്ക് പോകുന്നു. അപ്പോൾ അവിടുന്ന് ഒരു സെറ്റ് ഓഫ് ഇത് കഴിഞ്ഞിട്ട് എവിടെ പോകുന്നു, ലിവറിലേക്ക് പോയി അവിടുന്ന് ആ ഒരു കാപ്പിലറി സർക്കുലേഷൻ കഴിഞ്ഞിട്ടാണ് എവിടെ ഡ്രെയിൻ ചെയ്യുന്നത്, ത്രൂ ഹെപ്പാറ്റിക് വെയിൻസ് ആണ് എവിടെ ഡ്രെയിൻ ചെയ്യുന്നത്, ഇൻഫീരിയർ വീനക്കവയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആർട്ടറീസ് വന്നിട്ട് ആ ഒരു സിസ്റ്റമിക് വെയിൻ എന്ന് പറയുന്നത് ഇൻഫീരിയർ വിനക്കവയാണ്. ആ ഇൻഫീരിയർ വിനക്കവയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ 2 സെറ്റ്സ് ഓഫ് കാപ്പിലറീസിൽ ആ ഒരു സർക്കുലേഷൻ നടക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോർട്ടൽ സർക്കുലേഷൻ. ഇവിടെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി അറിയാൻ പറ്റും. സോ ഇത് ആർട്ടറിയാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണാവോ, ആർട്ടറി സർക്കുലേഷൻ. സോ ആർട്ടറി ആൻഡ് ആർട്ടീരിയോൾസ് വരുന്നുണ്ട്. അവിടുന്ന് വന്നിട്ട് ഫസ്റ്റ് ഇൻഡസ്റ്റൈനിലെ കാപ്പിലറി ബെഡിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണെന്ന് വയ്ക്കാം. സോ അപ്പോൾ ഇൻഡസ്റ്റൈനിലേക്ക് പോകുന്നു, ഇൻഡസ്റ്റൈനിലെ എന്താണ് കാപ്പിലറി ബെഡിലേക്ക് പോകുന്നു. അവിടുന്ന് വരുന്ന ഒരു വെന്യൂൾസ് അല്ലെങ്കിൽ വെയിൻ ഫോം ചെയ്യുന്നു. എന്നിട്ട് അത് വന്നിട്ട് വീണ്ടും അഗെയിൻ ലിവറിലേക്ക് എൻ്റർ ചെയ്യുന്നു. ലിവറിലേക്ക് വന്നിട്ട് ലിവറിൻ്റെ കാപ്പിലറി ബെഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെറ്റ് ഓഫ് കാപ്പിലറി, സെക്കൻഡ് സെറ്റ് ഓഫ് കാപ്പിലറി അല്ലേ. എന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു വെയിൻ ഫോം ചെയ്തിട്ടാണ് സിസ്റ്റമിക് വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത്. സോ ദിസ് കൈൻഡ് ഓഫ് സർക്കുലേഷൻ ഇസ് കോൾഡ് പോർട്ടൽ സർക്കുലേഷൻ. അപ്പോൾ ആർട്ടറിയിൽ നിന്ന് വന്നിട്ട് ആ ഒരു സിസ്റ്റമിക് വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നതിന് മുന്നേ ദാറ്റ് സർക്കുലേഷൻ ഈസ് എൻറ്ററിങ് ഇൻ 2 സെറ്റ്സ് ഓഫ് കാപ്പിലറീസ്. അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് വീണ്ടും ആർട്ടീരിയോൾസ് ഇൻഡസ്റ്റൈനിലെ കാപ്പിലറി ബെഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ വെയിനായിട്ടോ വെന്യൂൾസായിട്ടോ ഫോം ചെയ്തു. എന്നിട്ട് അത് വീണ്ടും ലിവറിലെ കാപ്പിലറി ബെഡിലേക്ക് എൻ്റർ ചെയ്ത് എന്നിട്ട് വീണ്ടും ഒരു വെയിനായിട്ട് ഫോം ചെയ്തിട്ടാണ് സിസ്റ്റമിക് വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്തത്. ദിസ് കൈൻഡ് ഓഫ് സർക്കുലേഷൻ ഇസ് കോൾഡ് എന്താണ്, പോർട്ടൽ സർക്കുലേഷൻ. ഓക്കെ,
ഹെപ്പാറ്റോപോർട്ടൽ സർക്കുലേഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ദെൻ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് സെൽസ് ഓഫ് ദി ബോഡി. ഇത് നമ്മൾ നോർമലി പറയുന്ന ഒരു സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. എന്താണ്, നമുക്ക് ബോഡി ടിഷ്യൂവിൽ നിന്ന് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കേവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ത്രൂ ദ ട്രൈകാസ്പിഡ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അവിടുന്ന് പൾമണറി സെമിലൂന വാൽവ് SLV അല്ലേ, സെമിലൂന വാൽവ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് പൾമണറി ആർട്ടറീസ് വഴി ദേ ആർ റീച്ചിങ് ദ ലങ്സ് ആൻഡ് ലങ്സിൽ നിന്ന് പൾമണറി വെയിൻസ് വഴി തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് ഓപ്പൺ ആകുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അയോട്ടിക് സെമിലൂന വാൽവ് ഓപ്പൺ ആകുമ്പോൾ അയോട്ട വഴി ഡിഫറെൻറ്റ് ബോഡി ടിഷ്യൂസിലേക്ക് പോകുന്നു. ദിസ് ഈസ് കോൾഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ അവിടെ നിന്ന് ഓരോ സെൽസിൽ, ഹാർട്ടിൽ നിന്ന് ഓരോ സെൽസിലേക്ക് പോകുന്ന ആ ഒരു സർക്കുലേഷൻ ഇസ് കോൾഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർട്ടിൽ നിന്ന് അയോട്ടയിൽ നിന്ന് പുറത്ത് പോകുന്ന ആ ഒരു സർക്കുലേഷൻ തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്ന അതിന് ബിറ്റ്വീൻ നടക്കുന്ന ആ ഒരു സർക്കുലേഷനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സസിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഓരോന്നും ഇൻ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഇതാണ് ഓവറോൾ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അതിലെന്ത് പഠിച്ചു, സർക്കുലേഷൻ എന്താണെന്ന് പഠിച്ചു, സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് പഠിച്ചു, കോമ്പണൻസ് പഠിച്ചു. ബ്ലഡ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡിൽ നമുക്ക് ബ്ലഡിൻ്റെ കോമ്പണൻസ് പഠിച്ചു. എന്താണ്, പ്ലാസ്മ, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് പഠിച്ചു. അതുപോലെ തന്നെ ഫോംഡ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് പഠിച്ചു. ഫോംഡ് എലമെൻറ്റ്സിൽ തന്നെ ല്യൂക്കോസൈറ്റ്സ്, എരിത്രോസൈറ്റ്സ് ആൻഡ് ത്രോംബോസൈറ്റ്സ് ഉണ്ടെന്ന് പഠിച്ചു. ല്യൂക്കോസൈറ്റ്സിൽ ലൈക്ക് എന്താ ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സ് ആർ ന്യൂട്രോഫിൽ, ബേസോഫിൽ ആൻഡ് മോണോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ, ബേസോഫിൽ ആൻഡ് ഈസ്നോഫിൽ ആൻഡ് ഹിയർ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സോ അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്, ല്യൂക്കോസൈറ്റ്സിൽ തന്നെ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എഗ്രാനുലോസൈറ്റ്സ് പഠിച്ചു. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്രോഫിൽ, ബേസോഫിൽ ആൻഡ് ഈസ്നോഫിൽ. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്, ഇതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് വെസൽസിനെ കുറിച്ച് പഠിച്ചു, ആർട്ടറീസ്, കാപ്പിലറീസ് ആൻഡ് വെയിൻസ്. പിന്നെ സ്ട്രക്ചർ ഓഫ് ഹാർട്ടിനെ കുറിച്ച് പഠിച്ചു. എന്തുകൊണ്ടാണ് പൾമണറി ട്രങ്ക് ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുകയാണെങ്കിലും നമ്മൾ പൾമണറി ട്രങ്ക് എന്തുകൊണ്ടാണ് ഇതായത് ആർട്ടറി എന്ന് നമ്മൾ വിളിക്കുന്നത് എന്ന് പഠിച്ചു. ആർട്ടറീസ് structure അല്ലെങ്കിൽ blood vessel which carries blood away from the heart is called artery and towards the heart is vein എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു.